മലപ്പുറം തിരൂരിൽ നിന്ന് കാണാതായ ആ 17-കാരനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരൂരിലെ അബ്ദുൽ ജലീലിൻ്റെ മകൻ ഡാനിഷ് മുഹമ്മദിനെയാണ് കാണാതായത്. ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത് തിരൂരിൽ നിന്ന്. സമീർ ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ. എന്തെങ്കിലും സാധ്യത തെളിയുന്നുണ്ടോ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മുതലാണ് തിരൂർ സ്വദേശിയായിരിക്കുന്ന ഇലനാട്ടിൽ അബ്ദുൽ ജലീലിന്റെ മകൻ ഡാനിഷ് മുഹമ്മദിനെ കാണാതാകുന്നത്. വിദ്യാർത്ഥി രാവിലെ യൂണിഫോം ഒക്കെ ധരിച്ച് രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കാണാതായതായി മനസ്സിലാക്കുന്നത്. കുട്ടിയെ അതായത് രാവിലെ 7 മണിക്ക് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. 8 മണിക്ക് കുട്ടിയെ താനൂർ ടൗണിൽ വെച്ച് കണ്ടതായുള്ള വിവരങ്ങൾ നിലവിൽ കുടുംബത്തിനും പോലീസിനും ലഭിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ കുടുംബം പോലീസിൽ പരാതി നൽകി പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് യൂണിഫോം ധരിച്ചാണ് വിദ്യാർത്ഥി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. നിലവിൽ ഈ വിദ്യാർത്ഥി മറ്റൊരു കുട്ടിയോട് പറഞ്ഞത് തനിക്ക് വീട്ടിൽ നിൽക്കാൻ നിലവിൽ കഴിയുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മുംബൈയിൽ പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കാണാതായ ദിവസം കുട്ടി മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞതായിട്ടുള്ള വിവരം നിലവിൽ കുടുംബത്തിൽ ലഭിച്ചിരിക്കുകയാണ്. തിരൂരിൽ നിന്ന് മുംബൈയിലേക്ക് സ്പെഷ്യൽ ട്രെയിനൊക്കെ തന്നെ ലഭ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെ CCTV കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മറ്റുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിയെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും തരത്തിൽ കാണുകയാണെങ്കിൽ നിലവിൽ തിരൂർ പോലീസിന് വിവരം അറിയിക്കണമെന്നുള്ളതാണ് നിലവിൽ കുടുംബം വ്യക്തമാക്കുന്നത്. കുടുംബമൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ് കഴിയുന്നത്. താങ്ക് യു സമീർ ബിൻ കരീം. സുനിൽ TS പറയുന്നത് താങ്കൾക്ക് SK എന്ന് വിളിക്കും വല്ലാത്തൊരു കുളിര് കോരും എന്ന് ജഗദീഷ് സാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാനങ്ങൾ കുളിര് കോരാറൊന്നുമില്ല. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഫലിതത്തിന് വേണ്ടി പറയുന്നതാണ്. എന്ത് പേര് വിളിച്ചാലും ഒരു കാര്യമുള്ളൂ, അത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അരുൺ മുട്ടട പറഞ്ഞു, ഇന്നലെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണിയിൽ ദേശീയ ലളിതഗാന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ദാസേട്ടന് ലഭിക്കാതെ പോയി എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. താങ്കൾ പൂർത്തിയാക്കിയില്ല എന്ന് പറയുന്നു. അരുൺ, അതൊന്നുമില്ല. കാരണം ഞാൻ ഈ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിലെത്തിയപ്പോൾ അതിൻ്റെ ഇടനാഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ആകാശവാണിക്കെതിരെ കേൾക്കുന്ന ഒരു പേരുദോഷമുണ്ട്. ദാസേട്ടനെ ഓഡിഷൻ തോൽപ്പിച്ച സ്ഥാപനമാണ്, ശബ്ദപരിശോധന തോൽപ്പിച്ച സ്ഥാപനമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് പിറകോട്ട് പോയി. അപ്പോൾ അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ആകാശവാണിയിൽ ഒരു ദേശീയ ലളിതഗാന മത്സരം നടത്താറുണ്ട്. ഇപ്പോഴും ഉണ്ട്, പല ആൾക്കാരും അതിൻ്റെ ജേതാക്കളായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ ദേശീയ ലളിതഗാന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ശരി. കാര്യം ദേശീയ തലത്തിൽ നടക്കുന്ന മത്സരമാണ്. അത് ഒരുപക്ഷെ ആ ജഡ്ജസിന് ചിലപ്പം ഈ ശബ്ദം അന്ന് ഇഷ്ടപ്പെട്ട് കാണില്ല. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ തോന്നൽ.